ഗൈസ് നമ്മളിത് നമ്മുടെ ടക്കാഷി നിഞ്ച വാരിയറിൻ്റെ പാർട്ട് 4 ആണ് 3 ആണ് 3 4 1 2 3 നാലാമത്തെ പാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എനിക്കൊരു പണി പറ്റി. അതായത് നമുക്ക് ടക്കാഷി ഒന്ന് ഡിലീറ്റാക്കി വീണ്ടും കയറ്റേണ്ടി വന്നു. കാരണം എക്സ് റെക്കോർഡർ എന്ന് പറഞ്ഞ റെക്കോർഡറിൽ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആ വീഡിയോ മൊത്തം സ്റ്റക്കായി. ഓഡിയോയും കേട്ടില്ല, ഒന്നും മര്യാദക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ADV സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിക്കാമെന്ന്. പിന്നെ ഞാനിപ്പോൾ എനിക്ക് അതിൽ പക്ഷേ മൈക്രോഫോണിൻ്റെ ഓഡിയോ മാത്രമേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗെയിമിൻ്റെ ഓഡിയോയും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ മൈക്രോഫോണിൻ്റെ ഓഡിയോ, അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഓഡിയോ, അല്ലെങ്കിൽ ഒന്നും വേണ്ട. അങ്ങനെയാണ് ഈ ADV സ്ക്രീൻ റെക്കോർഡിലുള്ളത്. പിന്നെ ഈ സ്ക്രീൻ റെക്കോർഡർ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് കളിക്കാനും കുറച്ച് സ്റ്റട്ടർ ഇല്ലാണ്ട് നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഗൈസ് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ സൗണ്ട് പെട്ടെന്ന് കേൾക്കില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും കൂടി കേൾക്കണമെന്ന് നമ്മുടെ ടിക്കറ്റും കുറവാണ്, ഗോൾഡും ഇല്ല, നമ്മുടെ ഡയമണ്ട് ആരനാസ് എന്നാണ് പറയുന്നത്, അതും ഇല്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി തുടങ്ങണം. അപ്പോൾ ഗൈസ് നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ 3rd ഇതുവരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ലേഡി യാക്കോനെ തോൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫൈറ്റൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് ലേഡി യാക്കോൻ്റെ ആ ഒരു ലെവൽ വരെ എത്തട്ടെ ഗൈസ്. ഈ ഫൈറ്റ് കാണാം. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോക്കെന്തായാലും സ്കിപ്പ് അടിക്കാം. നമ്മളിതൊക്കെ കൊണ്ടുവരണം. നിങ്ങൾക്കിതിനെ കൊണ്ടില്ല ഗൈസ്, ഞാൻ കൊല്ലണം. ഓക്കെ, ഇനിമീന്ന് ഇങ്ങനെ കണ്ണെടുക്കാം. ഉണ്ടോ ഇങ്ങനെ വഴി നോക്കെന്തായാലും മരിച്ചു കൊടുക്കാൻ വേറെ വഴിയില്ല. നിങ്ങൾ ഈ സീനൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ചാവും. എനിക്ക് ഈ വില്ലനെ ഉറപ്പായിട്ടും തോപ്പിക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചാവും. കണ്ടില്ലേ, നമ്മൾ ചെത്തി. ഇപ്പോൾ പറയും ഫെയർവെൽ ടക്കാഷി. അത് തന്നെ Farewell, Takashi. പിന്നെ ഗൈസ് എനിക്ക് കേൾക്കാൻ പറ്റൂട്ടാ. ഈ ഗെയിമിൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റും. ഇത് സ്കിപ്പ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഗെയിം പോസ് ചെയ്തിട്ട് നമ്മുടെ ആ പഴയ ലേഡി യാക്കോൻ്റെ ആ ലെവല് തീർത്തില്ല. നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോസ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് ലെവൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യം തോപ്പിച്ച ടാക്കൂലിൻ്റെ ലെവൽ അപ്ഗ്രേഡ്. നമുക്ക് ചെക്ക് പോയിന്റ് സേവ് ചെയ്തിട്ട് നമ്മുടെ ലെവൽ അങ്ങ് അപ്പ് ചെയ്യാം. സുഹൃത്തുക്കളെ ഞാൻ ലെവൽ അപ്ഗ്രേഡ് ചെയ്തായിരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ എന്താ നമ്മുടെ ഇവന് തോപ്പിക്കണമെങ്കിൽ ഒരടി കൂടി എടുക്കുന്നുണ്ട്. പറ്റില്ല. നമുക്ക് ഇവനെ വേഗം നോക്കി തീർക്കണ്ടേ. ഇവനെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. Taku, what are you doing here? ഇതല്ലല്ലോ മറ്റേ
ഇതെന്താണ് ഇതെന്താണ് ശരി കൊണ്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അതേ അവസ്ഥ ഒട്ടും ലൈക്കില്ല. ഇതുകൊണ്ട് സ്റ്റാമിനയും ഫുള്ളായി. തീർന്നു ഒറ്റക്കെട്ട ഇപ്പോൾ അതും തീരും. അവൻ 5-6 അറ്റാക്കണം കൊടുത്തിട്ടുണ്ട്. ഇത് നാളെ തീർന്നു കഴിഞ്ഞു. What? മറ്റേ ചെറുപൊടി കട്ടാണ് അൺലോക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഒന്നും കൂടി കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ലെഡിയാക്കും നമ്മുടെ വീഡിയോൻ്റെ എൻഡിങ് ബോസിലോട്ടൊക്കെ കാണാം. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വേഗമായി തീർക്കുന്നുണ്ട്. നമുക്ക് കാര്യം ചെയ്യാം, ഇവിടെ വെച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ നോക്കാം. അവിടെ വെച്ച് തുടങ്ങാം. ഓക്കെ, അടുത്ത ലെവൽ അപ്ഗ്രേഡ് നമ്മുടെ സ്യൂട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇതുവരെയല്ലേ നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ സ്യൂട്ട് നമ്മുടെ സ്യൂട്ട് നോക്കതേ ധവനെ തട്ടാം. ഞാൻ അടുത്ത പ്രശ്നം കൊല്ലാനുള്ള സ്ഥലം എത്തിയെന്ന് ഇല്ല, എത്തിയിട്ടില്ല. എത്താറായി. എനിക്കൊരു എബിലിറ്റി ഉണ്ട്. പിന്നെ ഗൈസ്, എനിക്ക് നമ്മുടെ ഹെൽത്ത് പോഷൻ ഓണായി കിട്ടി. പോ ഇതൊന്നും നമുക്ക് വലിയ വിഷയമുള്ള കേസല്ലേ. ഇപ്പൊ പൊങ്ങി സുഹൃത്തുക്കളെ, ഈ ഒറ്റയ്ക്കുന്നൊരു ഒഴിവതില്ല. ഇല്ല പറ്റില്ല. കണ്ണു മാറ്റി റിവൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റിവൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. പറ്റില്ല.
ചെയ്തു. ഇവിടെ മാറിക്കളയുന്നു. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്, മാറിക്കളയുന്നു. തീർന്നു. അത്രേ ഉള്ളൂ. ഇത് വേറെ ഇനിയാണ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട സമയം. ഗൈസ് ഇവിടെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡ് ചെയ്ത മനസ്സിലായി. ഇവിടെ ഹിഡൻ ഡഞ്ചൻ ഉണ്ടാവും ഗൈസ്. ഇത് ഹിഡൻ ഡഞ്ചനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ബോസ് ഉണ്ട്. ആ ബോസിനെ കണ്ടാൽ നിങ്ങൾ നെട്ടോ സാധ്യത കൂടുതലാണ്. കാരണം ആ ബോസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ ഒരുത്ത നിൽപ്പുണ്ടാവും. ഞാൻ ഇന്നലെ കളിച്ചുകൊണ്ട് പറയണതാണ്. ഇവിടെ ഇപ്പോൾ ഒരുത്ത നിൽപ്പുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ വിളിച്ച് കൊടുക്കുന്നത് അവൻ്റെ മേത്ത് കൂടി അവൻ്റെ മേത്തൊരു പോയിസൺ വേണം. അതിൻ്റെ അകത്തൊരു ചെറിയ പോയിസൺ ഉണ്ട്. കുറേ പ്രയോജനമറ്റ ചിലപ്പോൾ നമുക്ക് അങ്ങനെ അറ്റാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാവും ഗൈസ്. പിന്നെ അത് ഞാനൊന്ന് ലെവൽ അപ്ഗ്രേഡ് ചെയ്തോട്ടെ. ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ലെവൽ അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. ഗൈസ് നമ്മളിവിടെ ലെവൽ അപ്ഗ്രേഡ് ആക്കി നമുക്ക് ചെക്ക് പോയിൻ്റ് അങ്ങോട്ട് സേവ് ചെയ്യാം. പിന്നെ ഒന്ന് ബാക്ക് അടിക്കാം. പിന്നെ ഒന്ന് കയറാം. പോർഷൻ എടുക്കാം. അപ്ഗ്രേഡ് ചെയ്യാം. ക്വാണ്ടിറ്റി 2 പ്രാവശ്യം കൂട്ടാം. മാജിക് സ്കില്ല് 2 മാജിക് സ്കില്ലുണ്ട്. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ വെപ്പൺ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്കിത് കിട്ടും. അത് കെർവിഡ് കട്ടാനയാണ്. അത് കെർവിഡായിട്ട് എടുത്തു. പിന്നെ ഗൈസ് ഇവിടെ തന്നെ തൂക്കിയിട്ടുണ്ട്. അവിടെ കരയും ഗൈസ്. ഇവിടെ വേറൊരുത്തനുണ്ട്. അവൻ സീനാണ്. അവൻ കോടാലെടുത്തെറിയും. കണ്ടില്ലേ, അവനിതെടുത്തെറിയും. ഇപ്പം ഗൈസ് അധികം സമയമുണ്ട്. ഇപ്പം തന്നെ വീഡിയോയിൽ 12 മിനിറ്റായി. ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നത് അവൻ്റെ റിയൽ സീനാണ്. അത് നമ്മുടെ മേത്ത് നിൽക്കും, നമുക്കൊന്നും മനസ്സിലാവില്ല. മറിക്കോ അവൻ്റെ റിയലിൻ്റെ മുമ്പിൽ ചാടിയാലും രക്ഷപ്പെടാൻ പറ്റില്ല ഗൈസ്. ഭയങ്കര സീനാണ് അവൻ. അപ്പോൾ ഭയങ്കര സീനാണ്. അവൻ്റെ മുമ്പിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അവൻ്റെ മുമ്പിൽ നമുക്ക് ഇവനത് തന്നെയില്ലേ. യെസ് സുഹൃത്തുക്കളെ, ഗൈസ് ഇവിടെ നിന്നൊന്നും ബോസിൻ്റെ അടുത്തോട്ടൊന്നും എത്തൂല. അത് ഇവനൊക്കൊന്നും എബിലിറ്റി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. നോക്കള പിന്നെ ഞാൻ സന്തോഷമായിട്ട് പറയാൻ നന്നായി. നമുക്കൊരു എഡിറ്ററിനെ കിട്ടിയിരുന്നിട്ടാ. ഇതാരും അറിഞ്ഞില്ല. യെസ് ഗൈസ് നമുക്ക് ടിൻഡുന്ന് വരുന്ന എഡിറ്ററിനെ കിട്ടി. യെസ് സുഹൃത്തുക്കളെ, ആ ഒരു കഴിഞ്ഞ വീഡിയോ പാർട്ട് എഡിറ്റ് ചെയ്തത് നമ്മുടെ ടിൻഡു ആയിരുന്നു. ഈ പാർട്ട് എഡിറ്റ് ചെയ്യുന്നത് ടിൻഡു ആയിരുന്നു. യെസ് സുഹൃത്തുക്കളെ, ടിൻഡു ഒരു യൂട്യൂബറാണ്. ടിൻഡുവിൻ്റെ ചാനൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. പക്ഷെ അവൻ്റെ ചാനലിൽ ഇപ്പോൾ വീഡിയോസ് ഇട്ടിട്ടില്ല. ഒരു ക്രാഫ്റ്റിംഗ് ചാനലാണ്. പൊളിയാക്കും ഗൈസ്. ഈ ടിൻഡുവിൻ്റെ ഫേസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എനിക്കൊരു 3 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ടിൻഡുവിൻ്റെ ഫേസ് കാണിച്ചു തരും. അത് നിങ്ങൾ കാണുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അവരുടെ പേര് റിയൽ നെയിമുകൾ ഞാൻ പറയില്ല. ഒരു കീ ഉണ്ട്. സുഹൃത്തുക്കളെ, ആ ഒരു സന്തോഷം പറയാൻ കുറച്ചുകൂടി
സോറി ഗൈസ്, ഇനി പിന്നെ സോറി, ക്ഷമിക്കണം. ഇവിടെ നോക്കണമല്ലോ ഗൈസ്, ഇവിടുത്തെ കീ അല്ല ഇത്. ഇന്നിപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകണം. അപ്പോൾ ഇത് അവിടെ ഒരു വീണ്ടും റിസ്പോൺ ചെയ്യണ്ട. എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ ഇല്ല. ആ ഒരു ബോസ് ഇത് കുറച്ച് സീനാണ്. കഴിഞ്ഞിട്ടുള്ള ഇതുപോലെ പിടിച്ച് ചെയ്യണ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അവൻ്റെ ബോസുകളുടെ എന്താ പറയുക, ഒരു വൂൾഫിൻ്റെ പോലത്തെ മുമ്പിൽ ഇതേ നിൽക്കണേ. അവൻ്റെ ബോസ് വരും. നല്ല വേണം നമ്മളൊറ്റടി അവൻ്റെ ലൈഫ് ഇവൻ പെട്ടെന്ന് തീർക്കാം. ഇതിനൊക്കെ നമുക്ക് വിഷയമില്ലാത്ത ആൾക്കാരാണ്. ഇവിടെയാണ് നമുക്ക് ആ കീ യൂസ് ചെയ്യാൻ. ഇവിടെ കീ യൂസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു വിധം ഇറങ്ങും. എന്നിട്ട് ഇവിടെ നമുക്ക് ഇട്ട് വലിക്കണം. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ തുറന്നുണ്ട്. ഞാനിനി അവിടം വരെ ഒന്ന് ചെല്ലട്ടെ. ഗൈസ് നമുക്ക് അവിടം വരെ നിർത്താം. പിന്നെ ഗൈസ് അറിയാണ്ട് എൻ്റെ വീഡിയോ സേവായി പോയി. അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണിത്. അയ്യോ, ഇങ്ങോട്ടല്ലേ. നമുക്ക് കുറച്ച് സ്റ്റക്ക് തോന്നുമായിരിക്കും. നമ്മുടെ മ്യൂസിക് സൗണ്ട് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിലും ഗെയിമിൽ അത് കേൾക്കൂല ഗൈസ്. അങ്ങനൊരു പ്രശ്നമുണ്ട്. നമുക്കത് ഈ ഒരു എലവേറ്റർ ആയിരുന്നു അവിടെ ഓണായി കിട്ടിയത്. നമുക്ക് ഈ എലവേറ്ററിൽ കയറാം. ഈ എലവേറ്ററിൽ കയറുമ്പോൾ നമ്മൾ നേരെ കാക്കൂൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ വരെ എത്തിക്കോട്ടെ, കുറച്ച് നേരം എടുക്കും. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നെ ഗെയിം സേവ് ചെയ്യണം ഗൈസ്. ഇനിയുള്ള ബോസ് ഫൈറ്റാണ്, ലെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് എല്ലാവർക്കും വിഷമമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഒരുത്തൻ നിൽപ്പുണ്ട്, കണ്ട. നമുക്ക് ഇവനെ കൊല്ലണം. ഇപ്പം നേരെ വരിക നമ്മുടെ ഈ ഒരു അറ്റാക്ക് ചെയ്യാൻ കിട്ടിയാണ്. ഇവന്മാരുടെ മേത്തൊക്കെ ഈ പോയിസൺ കണ്ണൻ്റെ സീക്രട്ട് ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അറ്റാക്ക് കിട്ടി, 2 അറ്റാക്ക് കിട്ടി. അടിച്ചോ ഗൈസ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് പിന്നെ ഗൈസ് ഗെയിമിൻ്റെ അതുകൊണ്ട് എനിക്കും കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമേ ഗൈസ് കേൾക്കാത്തത്. ഇവിടെ നിന്നാണ് ബോസ് ഫൈറ്റ് അറിയാൻ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ആരും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഇവനെ ഒന്ന് ബോസ് ഫൈറ്റ് തുടങ്ങാം ഗൈസ്. ഇവിടെ നിന്നാണ് സ്കിപ്പ് ചെയ്ത് ഇവിടെ നിന്നായിരിക്കും വരാൻ പോകുന്നത് ഗൈസ്. ഇവൻ നിങ്ങൾ കണ്ടിട്ടില്ലേ, ടാക്കു. ഇത് ടാക്കു എന്ന് വിളിക്കുന്നതാണ്. അപ്പം ടാക്കു പറയാണ് യെസ് ഗൈസ്, ടാക്കു ഒരു സോംബിയായി മാറിയിട്ടുണ്ട്. നീ ഇവിടെ എന്താ ചെയ്തേ, നീ എന്താ ഡണ്ണാക്കിയെന്ന് ചോദിക്കണേണ്. പിന്നെ ഇങ്ങനത്തെ വേർഡ്സൊക്കെയാണ് ഗൈസ് എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ നിങ്ങളൊന്ന് പറയണം ഗൈസ്. നിങ്ങളെന്തായാലും കമൻറ്റ് പറയണം. പിന്നെ ഡിസ്ഹോണർ എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. തുന്തേ ടാക്കു ആയിട്ടാണ് ബോസ് ഫൈറ്റ്. അല്ല, അവൻ്റെ മേത്തുനിന്നാണ് ഗൈസ് ഈ പോയിസൺ വരുന്നത്. ബുദ്ധിയില്ലെന്ന് പറഞ്ഞു ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഇത് കൊടുക്കും. പിന്നെ എനിമീനെ കണ്ടുമാറിയിട്ട് ഈ ഒരു പട്ടിണി പിടിച്ചൊട്ടാണ് എനിമീനെ കണ്ടുമാറും. ഇവിടെ ഒരു പോസ് ഉണ്ട്, ആ പോസിൽ നിന്ന് ഈ ടാക്കൂറിൻ്റെ പോയിസൺ അതിന് സ്പ്രെഡ് ആയേക്കണേന്നാണ് എല്ലാവരും പറയണത്.
വീഡിയോ. ഗൈസ് അങ്ങനെയും ദൈവനൊക്കെ എല്ലാം നമുക്ക് ഇതിൻ്റെ അടുത്തൊന്നും മാറിക്കാണേ വേറെ വഴിയുള്ളൂ. കാരണം അവനുള്ള പോയിസൺ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ആക്കടെ സീനാവും. നമുക്ക് ഈ ഒരു അറ്റാക്ക് മാക്സിമം അവന് കൊടുക്കണം. അടുത്തടുത്ത് നിൽക്കണം. കാരണം അവൻ ഷീൽഡ് പിടിക്കും കൈ അറ്റാക്ക് കിട്ടി. അവൻ്റെ അറ്റാക്ക് കുറച്ച് സീനാണ് ഗൈസ്. അതെനിക്ക് മര്യാദക്ക് അറ്റാക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല, അത് വേറെ കാര്യം. നിങ്ങൾക്ക് എന്നാണ് എൻ്റെ ബാറ്റിൽ ഇവരുടെ പേര് കാണിക്കുന്നത്. നമുക്കറിയാം ഗൈസ്. തീർന്നില്ലേ ചാക്കു നിൻ്റെ വെടി? ഇപ്പം ചാക്കു തീർന്നു ഗൈസ്. നമ്മളങ്ങനെ ഈ ഒരു ബോസ് ബാറ്റിലും കൂടി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് ലെവലൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. യെസ് സുഹൃത്തുക്കളെ, ലെവൽ അപ്ഗ്രേഡ്. യെസ് ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോ വരുമ്പോൾ നമ്മളിപ്പോൾ ലെവൽ 8 അല്ലേ, ലെവൽ 10 ആക്കിയിട്ട് വരും ഗൈസ്. പോഷൻ ഇത് ചെയ്യാം. പോഷൻ്റെ ലെവൽ 5 ആക്കിയിട്ടുണ്ട്. പിന്നെ സ്കില്ല് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അൺലോക്ക് ചെയ്യണമല്ലോ. ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ ഗൈസ്, നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് കുറേ അരണാസി കിട്ടാൻ വേണ്ടി ഫാസ്റ്റ് ട്രാവലിൽ ചെന്നതിനാൽ നമ്മൾ ഇതുവരെ വന്ന സ്ഥലത്തിൻ്റെ ഒക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഹിഡൻ ഡഞ്ചൻസിലാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഹിഡൻ ഡഞ്ചൻസിലോട്ട് പോകാൻ പറ്റില്ല. അതിനായി നമുക്ക് കേഴ്സ്ഡ് പോയിന്റിലോട്ട് പോകാൻ പറ്റും. കേഴ്സ്ഡ് പോയിന്റിലോട്ടൊന്ന് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന ആൾക്കാരെന്നെ റീസ്പോണാണ്. അപ്പോൾ നമ്മൾ അവരെ തന്നെ വീണ്ടും കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗോൾഡൊക്കെ കിട്ടിയിട്ട് ഡയമണ്ട്സും ഒക്കെ കിട്ടി നമുക്കിപ്പോൾ ഇവനൊന്നും കൊണ്ട് അവനെ കൊന്നപ്പോൾ എനിക്ക് ഡയമണ്ട് കിട്ടി. ഇതുപോലെ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ലെവൽ കൂട്ടിയിരിക്കും.